സിറ്റിയിലേക്ക് പോകുമ്പോൾ കാർ എടുക്കാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കോഫിയൊക്കെ വാങ്ങിയിട്ട് ഡെയിലി ഞാൻ ഓഫീസിൽ പോകുന്ന വഴിയാണ് കേട്ടത്. അവിടുന്ന് ആളും വീഡിയോ എടുക്കാൻ തോന്നുന്നു. നമുക്ക് എന്തായാലും സ്റ്റെപ്പ് കയറി പോവാം. മാത്രമല്ല വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം ലൈറ്റൊക്കെ ഓൺ ചെയ്ത് നല്ല വൈബായിരിക്കും ഇവിടെ. ഇതാണ് വേൾഡ്സ് ഫസ്റ്റ് ഫ്ലോറൽ ക്ലോക്ക്, വാൾട്ടർ സ്കോട്ട്. നല്ല റേറ്റ്, ഐസ്ക്രീം നല്ല റേറ്റ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തു, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വി ആർ ബാക്ക് ഓൺ ഫയർ. അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ജസ്റ്റ് ഒരു സ്മോൾ ഡേ ട്രിപ്പ്. അത് വേറെ എങ്ങോട്ടും അല്ല, ഞങ്ങൾ സ്കോട്ട്ലൻഡാണ്. അപ്പോൾ എഡിൻബറ സിറ്റിയിലേക്ക് ജസ്റ്റ് ഒരു സ്മോൾ ട്രിപ്പ്. അപ്പോൾ ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ സിറ്റിയിലേക്ക് പോകുമ്പോൾ കാർ എടുക്കാറില്ല. ഞങ്ങൾ മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ബസ്സിലാണ് പോകുന്നത്. നമുക്ക് ഒരു ഡേ ഫുൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബസ് ആൻഡ് ട്രാംസ് കൊണ്ട് സ്കോട്ട്ലൻഡിൽ ഒരു ആപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ഒരു ഫുൾ ഡേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബസ്സിലോ ട്രാമിലോ ഫെറിയിലടക്കം നമുക്ക് ആ ഫുൾ ഡേ ട്രാവൽ ചെയ്യാം, മിഡ് നൈറ്റ് വരെ. അപ്പോൾ നമ്മളിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ് കയറിയിരിക്കുകയാണ്. ഡബിൾ ഡെക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കയറിയിട്ടിരുന്നു. ഫസ്റ്റ് സീറ്റിൻ്റെ വേക്കൻ്റ് ആയിരുന്നുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ടൗണിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ ബസ് ടൗൺ എത്താറായി. അപ്പൊ നമ്മളിത് ടൗണിൽ എത്തിയിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഒന്ന് ഒരു കാര്യം കാണിച്ചു തരാം. ഇതാണ് പാലസിന്റെ ഫുൾ വ്യൂ. അങ്ങോട്ട് പോവാൻ കുറച്ച് മല കയറിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോവാന്നുള്ള റൂട്ട്. പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ പാലസിന്റെ ആ ബ്യൂട്ടി ആസ്വദിക്കാം. ഇവിടെ മൊത്തം സ്റ്റോളുകൾ വന്നിരിക്കുന്നത്. സമ്മർ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റോളും കാര്യങ്ങളൊക്കെ അവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ ടൈപ്പ് ഫുഡ് ഐറ്റംസും ആക്സസറീസും അതുപോലെ ഹാൻഡ് മെയ്ഡ് വൂളൻ സ്റ്റഫ്സും ഒക്കെ ആയിട്ടുള്ള സ്റ്റോളുകളാണ് കേട്ടോ ഇവിടെ ഫുള്ള്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു കോഫി വാങ്ങാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതാണ് കേട്ടോ സ്റ്റോറുകൾ. പല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ അടുത്ത് വാങ്ങാൻ വേണ്ടിട്ട് നമ്മളെ ക്യാൻവാസ് ചെയ്യും. അതുകൊണ്ടാണ് അടുത്തേക്ക് പോവാത്തെ. ചൈനീസ് ചായ ഒക്കെ ഉണ്ട് കേട്ടോ. ചായ ആൻഡ് മസാല ടീ. ഹാൻഡ് മെയ്ഡ് വൂളൻ സ്റ്റോൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഗ്രെക്സ് കയറി ഒരു കോഫി കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ മുന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഒക്ടോപ്പസ് എനർജിയുടെ കൂപ്പൺ വൗച്ചർ യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ എപ്പോഴും ഗ്രെക്സിന്ന് കോഫി ഫ്രീ ആയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം അത് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കോഫിയൊക്കെ വാങ്ങിയിട്ട് ഡെയിലി ഞാൻ ഓഫീസിൽ പോകുന്ന വഴിയാണ് കേട്ടോ അത്. അവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാലാണ് എൻ്റെ ഓഫീസ്. ഇവിടെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും കേട്ടോ, നന്നായി ഡെക്കറേറ്റ് ചെയ്ത്. ഇവിടെ വണ്ടി പോകുന്ന റൂട്ടൊന്നും അല്ല, അതുകൊണ്ട് തന്നെ സ്ട്രീറ്റുകളൊക്കെ കുഞ്ഞു സ്ട്രീറ്റ് ആയതുകൊണ്ട് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് മാത്രമല്ല വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം ലൈറ്റൊക്കെ ഓൺ ചെയ്ത് നല്ല വൈബായിരിക്കും ഇവിടെ. ഓഫീസിൽ നിന്ന് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. എപ്പോഴും ഒരു ഫോട്ടോജനിക് സ്പോട്ട്സ് ആണ് എല്ലാ സ്ട്രീറ്റ്സും ഇവിടുത്തെ. ഫുള്ള് പരിപാടി നടക്കുകയാണ്. സമ്മർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ വൈബാണ് കേട്ടോ. ടൗണിൽ ഫുൾ പരിപാടികളായിരിക്കും. അവിടെ ഒരു ജാപ്പനീസ്കാരന്റെ ഫയർ ഷോ ആയിരുന്നു. അത് നമ്മുടെ നാട്ടിലൊക്കെ ഫയർ ഷോ വെച്ച് നോക്കുമ്പോൾ വലിയ സംഭവം എന്നല്ല, പക്ഷെ അങ്ങനെയുള്ള ആളുടെ എഫേർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഐക്കോണിക് സൈറ്റ് ആയിട്ടുള്ള സ്കോട്ട് മോണുമെന്റിലേക്കാണ് കേട്ടോ.
അതിന്റെ സമ്മറിൽ ആ ബ്യൂട്ടി ഫുള്ള് ഫ്ലവേഴ്സും എല്ലാം ഗാർഡനൊക്കെ അവർ നല്ല സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും സമ്മറിൽ. അപ്പൊ അങ്ങനെ നമുക്ക് അതിന്റെ വ്യൂ ഒന്ന് കാണാം. ഈ സ്കോട്ട് മോണുമെന്റിനെ കുറിച്ചുള്ള ഹിസ്റ്ററി അറിയോ? ഈ സ്കോട്ട് മോണുമെന്റ് വാൾ സ്കോട്ട്സ്, അതൊരു നോവലിസ്റ്റ് ആണ്, സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് നോവലിസ്റ്റ് ആണ്. ആൾക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഒരു സ്മാരകമാണിത് സ്കോട്ട് മോണുമെന്റ്. ഈ ഷേക്സ്പിയർ ഒക്കെ ഇൻസ്പയർഡ്, അവരുടെയൊക്കെ ആ കാറ്റഗറിയിൽ വരുന്നതാണ് വാൾട്ടർ സ്കോട്ട് എന്ന് പറഞ്ഞ നോവലിസ്റ്റ്. നമ്മൾ സ്കോട്ട് മോണുമെന്റിന്റെ അടുത്തേക്കാണ് നടന്നെത്തുന്നത് കേട്ടോ. അതെ, ഇത് വലിയൊരു ഇൻസ്റ്റാഗ്രാം സ്പോട്ടാണ്. അപ്പോൾ വൈറൽ വീഡിയോസിന് സ്പോട്ടാണ് കേട്ടോ ഈ സ്റ്റെപ്സും പിന്നെ സ്കോട്ട് മോണുമെന്റിന്റെ പിക്ചർ. ഐ മീൻ മോണുമെന്റ് പിക്ചർ അല്ല. അപ്പൊ ആളും വീഡിയോ എടുക്കാൻ തോന്നുന്നു. നമുക്ക് എന്തായാലും സ്റ്റെപ്പ് കയറി പോവാം. ദ ഐക്കോണിക് സ്കോട്ട് മോണുമെന്റ്. ആ മോണുമെന്റ് നടുക്കിയിരിക്കുന്ന ആളെ കണ്ടോ? ദേ അത് വാൾട്ടർ സ്കോട്ട്. ഇതിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ അയാളെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു മ്യൂസിയം ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ. അത് മാത്രല്ല, ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അറ്റം വരെ പോയിട്ട് നിൽക്കാം. അപ്പോ ഫുൾ എഡിൻബ്ര സിറ്റിയുടെ വ്യൂ അത് അടിപൊളിയായിരിക്കും. സമ്മർ ആയോണ്ടാട്ടോ ഇത്രയും വൈബും ഇത്രയും തിരക്കും. ഇന്ന് സത്യം പറഞ്ഞാൽ അത്ര വെയിലുള്ള ദിവസമല്ല, ക്ലൗഡിയാണ്, ബട്ട് സ്റ്റിൽ തിരക്ക് കണ്ടില്ലേ. ഇതിനോട് ചുറ്റിപ്പറ്റി ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ ഇവിടുത്തെ ഉള്ളവരും പിന്നെ ടൂറിസ്റ്റുകളും വന്നു കഴിഞ്ഞാൽ അത്രയും തിരക്ക് കൂടിയ ഒരു സ്പോട്ടാണത്. പിന്നെ എന്തായാലും എഡിൻബ്രയുടെ വൺ ഓഫ് ദ മെയിൻ വ്യൂ പോയിന്റ് ആണ്. അപ്പോ ഇവിടെ തിരക്കില്ലാണ്ട് എവിടെ പിന്നെ തിരക്കുണ്ടാവുക. അതെ, അവരും നമ്മുടെ പോലെ വീഡിയോ എടുക്കുന്ന ഒരു വ്ളോഗറാണ്. അതെന്താന്നറിയോ? അതാണ് വേൾഡ്സ് ഫസ്റ്റ് ഫ്ലോറൽ ക്ലോക്ക്. അവര് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണ് കേട്ടോ എഡിൻബ്രയിലെ. ഇതാണ് വേൾഡ്സ് ഫസ്റ്റ് ഫ്ലോറൽ ക്ലോക്ക്. ഇത് വർക്കിംഗ് ആണ് കേട്ടോ. ഇത് എഡിൻബ്രയുടെ മെയിൻ അട്രാക്ഷൻ ആണ്. ഇത് ടൗണിന് തൊട്ടടുത്തുള്ള സിറ്റിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഈ ഹൗസ് ഒക്കെ ഇൻസ്റ്റഗ്രാം വീഡിയോസിൽ റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇനി കുറച്ചുകൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫൗണ്ടൻ ഒക്കെ ഉണ്ട്, നമുക്കത് നോക്കാം. ഈ ആനക്കുട്ടി എന്തെങ്ങനെ ഷോക്കായിട്ടുള്ള ഒരു പ്രതിമയായിട്ടിരിക്കണ അവിടെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്, വായിച്ചു. ഞാൻ പണ്ട് വായിച്ചതനുസരിച്ചിട്ട് അവരുടെ ഒരു ദമ്പതികളുടെ കുട്ടി മരിച്ചതിന്റെ സങ്കടത്തിൽ അവരെന്തോ ഡൊണേറ്റ് ചെയ്തതാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അവിടെ പോയി വായിച്ച ഓർമ്മ. സിറ്റിയുടെ നടുക്കന്നെ ഇങ്ങനെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നമുക്ക് കാണാൻ പറ്റില്ല. അടിപൊളി പാർക്കാണ് അവിടെ. അത് നമുക്ക് അധികം സിറ്റിയുടെ സൗണ്ടും പൊല്യൂഷൻസും ഒന്നുമില്ലാതെ നമുക്ക് റിലാക്സ് ചെയ്ത് ഒരു ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും മീറ്റ് ചെയ്തിട്ട് സംസാരിക്കാനോ അങ്ങനെയൊക്കെ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ട് അവർ പ്രൊവൈഡ് ചെയ്ത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കണ്ണിന് കുളിർമ പറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. സിറ്റിയുടെ നടുക്ക് ഇങ്ങനെ ഒരു പാർക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അതെ, തൃശ്ശൂർക്കാരുടെ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എവിടേക്കാ? യെസ്, ഈ പാർക്കിന്റെ നടുക്ക് തന്നെ ഒരു അടിപൊളി ഫൗണ്ടൻ ഉണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഫൗണ്ടൻ ആണ് ഞങ്ങൾ പറഞ്ഞ പാർക്കിലുള്ള അടിപൊളി കളർഫുൾ ഫൗണ്ടൻ. അതിന്റെ ആർക്കിടെക്ചറും ഡിസൈനും അതേപോലെ ആ കളറ് കൊടുത്തിരിക്കുന്ന കോൺട്രാസ്റ്റും വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരേ. കണ്ടോ, നേരെ നമുക്ക് നോക്കുമ്പോൾ ഫൗണ്ടന്റെ പിന്നില് എഡിൻബ്ര കാസിൽ ആണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അത് കറക്റ്റ് ആണ് കേട്ടോ. ഇത് ഭംഗിയല്ലേ ആ ഫൗണ്ടൈനും ആ കാസിലൊക്കെ കാണാൻ.
നിങ്ങൾക്കും ആ വ്യൂ ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ, ബ്യൂട്ടി കാരണം. പിന്നെ അതേപോലെ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ തോന്നുന്നു ഇങ്ങനെ കഫേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പാർക്കും കാര്യങ്ങളും അതേപോലെ സീറ്റിങ്ങും കഫേക്കുള്ള സീറ്റിങ്സും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സമ്മർ ആകുമ്പോൾ ഇവിടുത്തെ കൗൺസിൽ അതിന് പെർമിഷൻ കൊടുക്കുന്നുണ്ടാവും അല്ലേ? നമ്മളിങ്ങനെ എങ്ങോട്ടാ പോകുന്ന? എന്ത് ഫെയർ? വെസ്റ്റ് എൻഡ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെയർ ആണേ. നമുക്ക് നോക്കി നോക്കാം. ഫുൾ സ്റ്റോളല്ലേ. ഇതിന്റെ പിന്നില് സെമിത്തേരിയാണ് കേട്ടോ. ഇതാണ് എൻട്രൻസ്. നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡ് നോക്കി ബട്ടർഫ്ലൈസ് ഒക്കെ നന്നായില്ല. നല്ല റേറ്റ് 99 പൗണ്ടാണ്. ഈ വെൽവെറ്റിന്റെ സ്കാർഫിന് 40 പൗണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ക്വാളിറ്റി ഉണ്ടാവുമായിരിക്കും, അല്ലാണ്ട് ഇത്രയും റേറ്റ് ഉണ്ടാവില്ലല്ലോ. നല്ല നല്ല ക്ലോത്താണ്. പക്ഷെ എന്നാലും കത്തിയാണ് 40 പൗണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ സ്കാർഫിന് ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. നല്ല റേറ്റ് കാണില്ല. ഐസ്ക്രീം നല്ല റേറ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓരോ റോയിലും എക്സിബിഷൻ ഹൗസാണ്. അതേപോലെ അപ്പുറത്തെ റോയും ഉണ്ട്. ഞങ്ങളെന്തായാലും ഒന്നും വാങ്ങിയൊന്നുമില്ല, ഭയങ്കര റേറ്റ്. നല്ല ഭംഗിയുള്ള കുട്ടിയില് എന്താ പ്ലാൻ? എവിടേക്കാ പോണ? ബുഫയാ? നമ്മളിത് ഈ ട്രാവലാണ് പോകാൻ പോകുന്നത് കേട്ടോ, കോസ്മോസിക്ക്. നമ്മൾ ട്രാവലാണ് കേട്ടോ പോകുന്നത്. ഇത് മെട്രോ പോലെ തന്നെയാണ്, പക്ഷെ റോഡിലൂടെ ട്രാക്സ് ഒക്കെ. ഇങ്ങോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കണേ. ബുക്കിംഗ് 5:30-ക്കാണ്. പക്ഷെ പോയി നോക്കി നോക്കാം അല്ലേ. സ്ലോട്ട് ഭയങ്കര തിരക്കുണ്ട്. നോക്കി നോക്കാം. ഇത് വേൾഡ് ബുഫേ ആണ് കേട്ടോ. എല്ലാ ക്യൂസൈനും ഇതിലുണ്ട്. കോസ്മോ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. കഴിക്കാൻ യോഗം ഉണ്ടോ നോക്കണം. ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ടൈം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. നല്ല ആംബിയൻസ് ആണ്. അത് മാത്രല്ല ഓരോ ക്യൂസൈനും ഓരോ സെക്ഷൻ ആണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് 23 പൗണ്ടാണ് പെർ അഡൾട്ട്. കിഡ്സിന് അറൌണ്ട് 15 പൗണ്ടാണ്. പക്ഷെ അത് വെർത്ത് ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ് തന്നെ കോണ്ടിനെൻ്റൽ ഡിഷസ് ആയിരുന്നു. അത് യോക്ക് പുഡിംഗ് വിത്ത് ടർക്കിഷ് റൈസ്. അത് നല്ല വെറൈറ്റി ആയിരുന്നു. ഒപ്പം തന്നെ പിസ്സ, മാക്ക് ആൻഡ് ചീസ്, പാസ്ത ആൻഡ് സ്പെഗറ്റി. ഇതൊക്കെ പ്ലേറ്റിൽ തട്ടി ഞങ്ങൾ നെക്സ്റ്റ് പോയത് കൊറിയൻ BBQ സൈഡിലേക്കാണ്. ഞാൻ കൊറിയൻ BBQ ചിക്കൻ തൈസും അനൂപ് പോർക്ക് റിബ്സും ആണ് എടുത്തത്. പ്ലേറ്റ് കണ്ടില്ലേ, ഫുള്ള് നിറങ്ങിയിരിക്കുകയാണ്. അനൂപ് കുറേ സ്റ്റാർട്ടേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കോണ്ടിനെൻ്റൽ സൈഡത്തെ മാത്രമേ എടുത്തുള്ളൂ വിത്ത് കൊറിയൻ BBQ ചിക്കൻ തൈസ്. യോക്ക് പുഡിംഗ് വിത്ത് ടർക്കിഷ് റൈസ് എനിക്ക് നല്ല ഇഷ്ടം. ഒരു ഇംഗ്ലീഷ് ബിരിയാണി പോലെ. പിന്നെ ഞാൻ ചൈനീസ് സ്റ്റാർട്ടർ സെക്ഷനിലേക്കാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. കുറേ വെറൈറ്റി സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. പ്രോണ് ചിക്കൻ, സ്പൈസി ചില്ലി ചിക്കൻ, പ്രോണ്, ഷ്രിമ്പ്, അതുപോലെ ലാമ്പ്, പോർക്ക് ചോപ്സ്. അങ്ങനെ മെയിൻ കോഴ്സും സ്റ്റാർട്ടേഴ്സും ആയിട്ടാണ് അവർ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഞാൻ അധികം കഴിക്കാത്ത സാധനങ്ങളാണ് കേട്ടോ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തത്. ഈ സൂഷി, പല ടൈപ്പ് ഓഫ് സൂഷീസ്, മസൽസ് ആൻഡ് മാക്ക് ആൻഡ് ചീസ് ആയിരുന്നു. അത് ഞാൻ വീണ്ടും ഇഷ്ടമായിട്ട് പോയി എടുത്തതാണ്. ഇത് ബീഫ് ചോപ്സിൻ്റെ മസാല, തായ് മസാലയാണ്. ഇത് ഗാർലിക് മ്യൂസൽസ്, അതേപോലെ അങ്ങനെ വെറൈറ്റി കുറേ തായ് ക്യൂസൈനാണ് കേട്ടോ ഇത്. കാരണം ചൈനീസ് ഓൾറെഡി കഴിച്ച് തായ് ക്യൂസൈൻ എക്സ്പ്ലോർ ചെയ്യാൻ പോയതാണ്. അതിൻ്റെ മെയിൻ കോഴ്സ് വെറൈറ്റീസും സ്റ്റാർട്ടേഴ്സും ആണ് അവരവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ സ്ക്വിഡ്, അതേപോലെ ചിക്കൻ കുറവായിരുന്നു, പോർക്കും ലാമ്പും പിന്നെ സീ ഫുഡ്സും ആണ് തായ് ക്യൂസൈനിൽ കൂടുതലാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ക്യൂസൈനാണ്. നമ്മുടെ മെയിൻ കോഴ്സ് കറീസും, അത് വെജും നോൺ വെജും വിത്ത് ഫിഷിൻ്റെ വെറൈറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ സ്റ്റാർട്ടേഴ്സും ഈ നമ്മുടെ സമോസ അങ്ങനത്തെ ഒക്കെ ടൈപ്പ് വെജ് ആൻഡ് നോൺ വെജ് സെപ്പറേറ്റ് ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് എല്ലാം കഴിക്കാനൊന്നും പറ്റില്ല, അത്രയും വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അവിടെ. ഇതാണ് കേട്ടോ തായ് ക്യൂസൈൻ്റെ എൻ്റെ പ്ലേറ്റ്. അതിൽ ഡക്ക് റോസ്റ്റ്, ബീഫ് ചോപ്സ്, പോർക്ക് ചോപ്സ്, സ്ക്വിഡ് അങ്ങനെ കുറേ എടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ക്യൂസൈൻ പ്ലേറ്റാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയത് ഡെസേർട്ട് സെക്ഷനിലാണ്. മസ്റ്റ് ട്രൈ സെക്ഷനാണ് അവിടുത്തെ. ചോക്ലേറ്റ് ഫൗണ്ടെയിനും കോൺ ഐസ്ക്രീമും പിന്നെ പലതരം അവർ തന്നെ ബേക്ക് ചെയ്ത ബിസ്ക്കറ്റ്സും വാഫിൾസും അതേപോലെ കേക്കും പുഡിങ്ങും അങ്ങനെ കുറേ വെറൈറ്റി ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ചൊക്കെ ട്രൈ ചെയ്തു, കാരണം ഓൾറെഡി വയറ് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതേ ഫുഡൊക്കെ അടിച്ച് ബുഫൊക്കെ അടിപൊളിയായിട്ട് കഴിച്ച് ട്രാമിൽ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ച എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല നോയ്സ് ഉണ്ടാവുന്നു. അപ്പോൾ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.